ശരിക്കൊരു ദൈവം. എൻ്റെ ചെറിയ മോനൊക്കെ പറയുക, ഈ നാരായണൻ വീട്ടിലേക്ക് വരുമ്പം തൊഴുത് കൊണ്ടാണ് എൻ്റെ ഇളയ മകൻ നിൽക്കുക. കാരണം എന്താ വെച്ചാൽ ദൈവം വീട്ടിൽ വന്നതുപോലെയാണ് അവന് അനുഭവപ്പെടാറ്. കാണിക്കെല്ലാം കൊടുത്തിട്ടാണ് അദ്ദേഹത്തിനെ വിടാറ്. അതൊരു വീട്ടിൽ വരുന്ന തന്നെ ആ വീട് തന്നെ ഒരു പുണ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നാരായണേട്ട, ഇത്രയും കാലമായിട്ട് നാരായണേട്ടന് മനസ്സിലായതിടത്തോളം എന്ത് കാര്യമൊക്കെ ചെയ്താലാണ് ദൈവത്തിന് സന്തോഷം ഉണ്ടാകുക? തമ്മിൽ അടിമിടി കച്ചവടം മണപരമ്പര, കള്ളത്ത് പരമ്പര, സത്യം പര. നമ്മൾ ദൈവ ജാതി മതമല്ല, ഒരു ജാതി മത ദൈവം നന്നായി. എൻ്റെ പ്രാർത്ഥന എന്നെ കൊണ്ട് കുത്തുവഞ്ഞ് ആൾപ്പേ അങ്ങോട്ട് പോയി കുത്തുവഞ്ഞ് പറയാൻ പാടില്ല, ഇഷ്ടമില്ല. നമസ്കാരം, ഏവർക്കും ബൈജൂസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളോടുള്ളത് ആയിടത്തിൽ മീത്തൽ ലക്ഷ്മി അമ്മയുടെയും അച്യുതച്ചാച്ചൻ്റെയും മകനായിട്ടുള്ള 3 മക്കളിൽ മൂത്ത മകനായിട്ടുള്ള നാരായണേട്ടനാണ്. നാരായണേട്ടൻ ചെറുപ്പത്തിൽ ഏകദേശം ഒരു 10 വയസ്സായപ്പം വല്യമ്മേൻ്റെ കൂടെ ഷാരിയാവ് പോയപ്പം അവിടുന്ന് 10 വയസ്സിൽ കോമരിളകി. 11-ാം വയസ്സ് തൊട്ട് കുറേ 10-5 അമ്പലങ്ങളിൽ, പ്രത്യേകിച്ച് മഠത്തിൽ അമ്പലത്തിൽ കോമരം തുള്ളാൻ തുടങ്ങിയതാണ്. അപ്പം നാരായണേട്ടനോട് തന്നെ ചോദിക്കാം, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളിൽ? എന്താ നാരായണേട്ടാ കഥ? ഇട്ട് ഞാൻ മുൻകൂട്ടിയില്ല. ചട്ടയിട്ട് എന്നെ വലിയ പേരും കുടികഞ്ഞ് കൊടുപ്പിട്ട് ഇട്ട് നല്ല ചട്ട് നല്ല ഇട്ട് പോയി. പിന്നെ മറ്റ് ഭക്ഷണം കഴിഞ്ഞ് വല്യമ്മ ഞാനും മട്ടിൽ വന്ന് വല്യമ്മ കൈ പിടിച്ച് ഇപ്പം വലനാട് വന്ന് കൊടിയിട്ട് വലനാട് കൊടി എൻ്റെ തന്നെ കൊടി കൊണ്ട് ഞാൻ അടുക്കളെത്തി ചായ കുടിച്ച് നടന്ന് എല്ലാ കടയിലും നടന്ന് സർബത്ത് വെള്ളം, മുരി വെള്ളം, ശർക്കര വെള്ളം, വത്തക വെള്ളം എല്ലാം കിട്ടി. പിന്നെ ഇത് ഇഞ്ചി പറിച്ച് ശരീരം മൊത്തം ഇഞ്ചി പറിച്ചുണ്ട്. കടവ് കഴിഞ്ഞ് കൊല്ലത്ത് അങ്ങാടി എത്തി ഇഞ്ചി വെടി. പിന്നെ ശരിയായ പേര് നാട് ഇറങ്ങി കോമൻറ്റി ഉണ്ടായി. 10 വയസ്സാണ് ഇഞ്ചി ഉണ്ടായത്. ഞാൻ 2 കൂടി അന്ന് 2 കൂടി മലയാള മക്കൾക്ക് പറഞ്ഞ് ലക്ഷ്മി നാളെ കോമ ഉണ്ടായി, അച്യുതൻ ശരിയായ നാളെ കോമ ഉണ്ടായി പറഞ്ഞ് മലയാളം പറഞ്ഞ് അമ്മയോടൊക്കെ പറഞ്ഞില്ല നാളെ കോമ ഉണ്ടായി പറഞ്ഞ്. അങ്ങനെ അമ്മ പറഞ്ഞ് വലിയ ഞാൻ ബസ്സിന് വന്ന് എന്നുണ്ടാവും. നാരായണേട്ട ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് മോക്കൊരു കുട്ടിയൊക്കെ ഉണ്ടല്ലേ? അപ്പൊ ഞാൻ അടങ്ങുന്ന കുട്ടികളോട് നാരായണേട്ടൻ എന്താ പറയാനുള്ളത്? നല്ല ശീലം പഠിക്കുക, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം നയിക്കുക, പിന്നെ സത്യം പല ഓണം പറയാൻ പല കുട്ടിയിട്ട് അക്ഷരങ്ങൾ കൂട്ടി പഠിച്ച് നല്ല പഠിച്ച് ജോലിയുമായി എന്നാണ്. സത്യം പല ഓണം പറയാൻ പല ഫോണുണ്ട് ഫോണ് കൊണ്ട് കളിയാനൊക്കെ ആവശ്യം വരുന്നുണ്ട്. മക്കൾ കേൾക്കണം. ഇപ്പോഴത്തെ മക്കൾ നോക്കുക, പണ്ടേ കാലമല്ല. ഇപ്പം സ്വന്തം അമ്മ അമ്മ സ്വന്തം മോന് 10 മാസം വളർത്ത് പൊട്ടിത്താക്കിയിട്ട് സ്വന്തം മോന് അമ്മ വെട്ടിക്കൊല്ലുന്നുണ്ട്. പിന്നെ അന്ന് പണ്ട് അച്ഛമ്മ പേടിച്ചിരിക്കും. ഇപ്പം അച്ഛമ്മ പേടിച്ച് നിൽക്കുക മക്കളെ ഇല്ല, കേൾക്കില്ല. ഇപ്പത്തെന്താ ഇഞ്ചി ജോലിയും വേണം, പട്ടാളം വേണം. പട്ടാളൻ്റെ ജോലിൻ്റെ പോവും, ഇല്ല ഇഞ്ചിന് ഇല്ല മാസ ജോലി വേണം. നീ നിൽക്കുന്നു എന്താ പെൺകുട്ടി എന്താ പെണ്ണ് ഒളിച്ച് പോക്ക കയ്യമ്മ ഉറപ്പിച്ച്
പാല് ഇട്ട് ഉറപ്പിച്ച് വെച്ച് പെണ്ണ് പെരമിച്ച് പോയില്ലേ അങ്ങോട്ട് താലി ഇട്ടും കൊണ്ട് ചേർന്നിട്ട് അങ്ങോട്ട് മഴയിട്ടും കൊണ്ട് മഴയിട്ട് അല്ലേ അങ്ങോട്ട് മഴയിട്ടും കൊണ്ട് മഴയിട്ട് കല്യാണം കഴിഞ്ഞ് ഒന്നാണ്ട് ഒരുമിച്ചിരുന്ന് ഞാൻ കയ്യിൽ നിന്ന് കഥ പൊട്ടഞ്ഞ് ഒളിച്ചു പോയിച്ചേ എന്താ ഫോണും കൊണ്ട് കളി ഇങ്ങനെ ആദ്യം പെടാമില്ല പെണ്ണ് സത്യം അറിയോ പെണ്ണ് സത്യമല്ല പെണ്ണ് പിന്നെ ചില എന്താ പണിയും വേണ്ട ജോലിയും വേണ്ട ഓട്ടോയെ കഥ ഒളിച്ച് പോക്ക് ഇല്ലേ ഇപ്പം ഒരു അച്ഛനമ്മേനെ പറ്റിയും കുടുംബത്തിലുള്ള ആൾക്കാരെ പറ്റിയും ഒന്ന് പറയോ? ഞാനാണ് അച്യുത അച്ഛന്റെ പേര് അച്യുതൻ, അമ്മയുടെ പേര് ലക്ഷ്മി, അമ്മയുടെ പേര് ലക്ഷ്മി. പിന്നെ എൻ്റെ നേരി ഒരു അനി മരിച്ചു, ഒരു അനിയൻ ഉണ്ടായിരുന്നു, മരിച്ചു. അങ്ങനെ അത് മൂന്നാമത്തേത് മൂന്നാമത്തേത് നാലാമത്തേത് ഓമൻ്റെ 4 പെണ്ണ് മരിച്ചത്. ഓമ ജനിച്ച് 4 പെണ്ണ് മരിച്ചു. ഓമന ചേച്ചി ജനിച്ച ശേഷം 4 പെൺകുട്ടികള് മരണപ്പെട്ടു. അമ്പലത്തില് കോമരായിട്ടും അല്ലാതെ ഏതൊക്കെ അമ്പലത്തിലാ പോന്നെ? പിന്നെ 40 കൊല്ലം മലക്ക് ഞാൻ പോയി വന്നെ. 40 കൊല്ലം ശബരിമല 40 കൊല്ലം ശബരിമലയിൽ പോയിട്ട് വന്ന്. അങ്ങനെ കന്നി ഒന്ന് ഇടും മാല, കന്നി തുഴ വൃശ്ചികം തനു 4-ാമത്തെ മാസം പോകും മലക്ക്. 4-ാമത്തെ മാസം മലയ്ക്ക് പോകും. അതിന് പോയി വന്നാൽ പിന്നെ കൊടുങ്ങൂർക്ക് പിന്നെ പോകും, കൊടുങ്ങല്ലൂരേക്ക് പോകും. മുരുമൂട് പച്ചമഞ്ഞൾ നേരത്തെ പോകും, എല്ലാവരും പോകും. പിന്നെ ഏതൊക്കെ അമ്പലങ്ങളിലാ കോമരായിട്ട് പോവാറുള്ള? ഒന്ന് അച്ചത്തടിയില്, ഒന്ന് ശരിയായില്ല, ഷാരിയാവില് മഠത്തില്, മറ്റേ 2 സ്ഥലത്ത് ഷാരിയാവില് ഉത്സവം നടക്കുമ്പോ മഠത്തില്. പിന്നെ ഇവിടെ സാധാരണയായിട്ട് ചോറ്റാനിക്കര കൊടുങ്ങല്ലൂർ അങ്ങോട്ടേക്ക് പോലുണ്ടോ? പഴനി കൊടുങ്ങൂർക്ക് ഞാൻ പോകും. പിന്നെ കുട്ടിയിൽ പോകും, ഇടവത്ത് കുട്ടിയിൽ, ഇടവ ചോദിക്ക് കുട്ടിയിൽ കുറച്ചൊക്കെ വലിയ കഴിഞ്ഞ് കുടി കഴിഞ്ഞ് വലിയപ്പ് കഴിഞ്ഞ് എന്താ ആൾക്കാർ കുടി കഴിഞ്ഞ് കുളിച്ച് വന്ന് കുറി തൊട്ട് ഞാൻ ചായ കുടിക്കും. ചായ ഇറച്ചി മീൻ ഞാൻ കൂട്ടില്ല. തിരിച്ചമ്മ കന്യാകുമാരി രാമേശ്വരം പോയി, അത് കഴിഞ്ഞ് പള്ളിക്ക് പോവും. പിന്നെ ഇരിപ്പത്തി ഞാൻ പോയി, ഇരിപ്പത്തി പോയി, മലമേനാച്ചി പോയി, മധുരയിൽ പോയി, മലമേനാച്ചി, കന്യാകുമാരി, രാമേശ്വരം, ഇരിപ്പത്തി എല്ലാം ഞാൻ പോയി. ഇതിപ്പോൾ ഇവിടെ കാശിക്കൻ്റെ പോവുക, ഒന്ന് ആഗോദിൻ്റെ പോവുക, 2 സ്ഥലത്തുണ്ട്. ഞാൻ കേറിയില്ല, പോകാൻ മനസ്സിലുണ്ട്. മൂകാംബികയില് കഴിഞ്ഞിട്ട് കുടജാദ്രി. ഇപ്പൊ കല്ലൂർക്കാവിൽ ഉത്സവം നടക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ തിരക്കില് ഒരു മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി തന്ന നാരായണേട്ടന് ഒരുപാട് നന്ദി പറയുന്നു. നാരായണേട്ടാ, നാരായണേട്ടൻ്റെ പ്രാർത്ഥനകൾ സ്വന്തം കാര്യലബ്ധിക്ക് വേണ്ടിയല്ല, നാടിനും പ്രദേശവാസികൾക്കൊക്കെ നന്മ വരാൻ വേണ്ടി ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തുന്ന നാരായണേട്ടൻ. അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാറുണ്ട്. പല ക്ഷേത്രങ്ങളിലും സ്വർണ്ണപ്രശ്ന സമയങ്ങളിലൊക്കെ തന്നെ നാരായണേട്ടൻ്റെ സാന്നിധ്യത്തെപ്പറ്റി അവിടെ പറയാറുണ്ട്. ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ട പേരാമ്പ്രക്കാർക്കും നാരായണേട്ടനെ അറിയുന്നവർക്കെല്ലാം ഏറെ പ്രിയങ്കരനായ നാരായണേട്ടന് ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇനിയും മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.